കൂടുതൽ പൊക്കമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ കൊന്നുകളയും. നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ഈ മെത്തേഡിനെ ഞങ്ങൾ ഹുക്കെന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യത്തിലെ വസ്തുതയെ പറ്റിയിട്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സത്യം ചെരുവിട്ട് വന്ന നുണ ലോകം ചുറ്റിയൊരു ഒന്നാണ്. പക്ഷെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ സത്യം ചെരുപ്പിടുമ്പോൾ ലോകം 7 രാജ്യം ചുറ്റി വരികയും 70 കരാറിൽ ഒപ്പിട്ടിട്ട് വരികയും ചെയ്യും കൂട്ടുകാരന് വേണ്ടിയിട്ട്. ആ അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാനത് വല്ലപ്പോഴും പറയാറുള്ളൂ, മേനോൻ രാജാവ്, ഇതാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക്. മേനോൻ രാജാവ് പോലീസുകാർക്കൊപ്പം ചായ കുടിക്കുന്നു. അതൊരു പഴയ ഇമേജ് ആണെന്നും AI ജനറേറ്റഡ് ആണെന്നും നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഏകദേശം 90% വരുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് അതറിയില്ല. അതറിയേണ്ട ആവശ്യം അവർക്കില്ല. അവർ വിശ്വസിക്കുന്നു എത്ര നല്ലവനായ രാജാവ്, നമ്മൾ വീണ്ടും തോറ്റുപോകും. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇലക്ഷനിൽ ജയിക്കാനോ ഭരണത്തിൽ വരാനോ മാത്രം കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മൾ സത്യത്തിനൊപ്പം നിൽക്കണമെങ്കിൽ, സത്യം ജയിക്കണമെങ്കിൽ നമ്മൾ ഈ പോരാട്ടത്തിൽ ഒരുമിച്ചുണ്ടാവണം. എന്നെ എത്ര പേർക്ക് അറിയാം? എന്നെ അറിയുന്നവരൊന്ന് കൈ ഉയർത്തോ? ഞാൻ പൈസ കൊടുത്ത് കുറച്ചുപേരെ അവിടെ ഇരുത്തിയിരുന്നു. ശരി, ഇനി കൈതാത്തിക്കോ. ഇതിനു മുൻപ് പ്രസംഗിച്ച നികേഷ് സാറിന് എത്ര പേർക്കറിയാം? അവരൊന്ന് കൈ ഉയർത്തോ? എന്റെ 2 ക്യാമറാമാർ ഇവിടെ ഉണ്ട്, 2 ക്യാമറാമാർ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവും നിങ്ങൾ ഇപ്പൊ പൊക്കിയ കൈയും ഞാൻ വീഡിയോയിലിടും. അതാണ് സോഷ്യൽ മീഡിയ. മനസ്സിലായോ? ഇത് കേൾക്കുന്ന, ഇതിനകത്ത് ഞാൻ സത്യമാണോ കള്ളമാണോ പറഞ്ഞത് എന്നത് കാണുന്ന ആൾക്കറിയില്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ ഈ 2 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കൈ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ യാഥാർത്ഥ്യമല്ലാത്ത കാര്യത്തെ യാഥാർത്ഥ്യമാണെന്ന് കരുതി കാണുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഇന്നലെ 3 മണി വരെ 103 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. പേടിക്കണ്ട, മറ്റേ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വൈറസും ബാക്ടീരിയയും ഒന്നുമല്ല, പനി വൈറലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് കേട്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. കാര്യം എനിക്ക് 2 പ്രാവശ്യം ഫേസ്ബുക്കിൽ നിന്ന് ഷാഡോ ബാൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്കെതിരെ സംസാരിച്ച ഇപ്പോൾ നിരന്തരമായ അറ്റാക്കാണ്. അതിനുശേഷം എന്റെ വീഡിയോസ് അത്ര റീച്ച് ആവുന്നില്ല. പനിയെങ്കിലും വൈറലായല്ലോ എന്നുള്ള സമാധാനം കിട്ടി. അപ്പോ അങ്ങനെ ഐസ്ക്രീം അധികമായിട്ട് കഴിച്ച് ഒരു 2 ദിവസത്തിന് മുമ്പ് ഐസ്ക്രീം അധികമായിട്ട് കഴിച്ചതിന്റെ പേരിലാണ് പനി വന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ട് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ മറ്റൊരു വൈറലായ വീഡിയോ കണ്ടു. അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഐസ്ക്രീം കഴിച്ചിട്ടല്ല, ഇതൊരു എരണം കെട്ട രോഗമാണെന്ന്. അതെങ്ങനെയാണ് എരണം കെട്ട രോഗം വന്നതെന്ന് വളരെ വിദഗ്ധനായ ഒരു മനുഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡോക്ടർ ഉപദേശിച്ചത് യാത്ര ചെയ്യരുതെന്നാണ്. എങ്കിലും ഇന്നിവിടെ വന്നില്ല എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം ഉണ്ടാവുമെന്ന തിരിച്ചറിവിന്മേലാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. 9 ടാബ്ലറ്റിന്റെ പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അധികം സംസാരിക്കാനുള്ള ആരോഗ്യം ബോഡിയും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാ സാറും നികേഷ് കുമാർ സാറും 2 വലിയ തെറ്റുകൾ പറഞ്ഞു, പൊട്ടത്തരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുമ്പോൾ 3 ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ 3 ടൈപ്പ് വികാരങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാവുക. ഒന്നാമത്തേത്, ശരിയാണല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞു, ഇയാൾ പറയുന്നെങ്കിൽ നീ കാര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. രണ്ടാമതൊരു ടൈപ്പ് ആൾക്കാരുണ്ടാവും. അവർ ഒരു കാലത്തും തെറ്റ് പറയുന്നവരല്ല. ഈ ചെക്കൻ്റെ പൊട്ടത്തരം പറയാണ്, ഒരു തെറ്റ് പറയുന്നവരല്ല. മൂന്നാമതൊരു ടൈപ്പ് കൂടെ ഉണ്ടാവും. നീ എന്തെങ്കിലും ചലച്ചിട്ട് പോകാൻ, ഞാൻ ഉറങ്ങാൻ സമയമായി, ഇറങ്ങാൻ സമയമായി. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അവരൊരു തെറ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാർ ഉപയോഗിക്കുന്ന ഈ തന്ത്രത്തിന്റെ പേര് ഹുക്കെന്നാണ്. നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ഈ മെത്തേഡിനെ ഞങ്ങൾ ഹുക്കെന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അരാവല്ലി ഹിൽസ്, അതിന് ഒരു
സൈഡ് പൊളിച്ചിട്ട് അദാനിക്ക് കൊടുക്കാൻ പോകുന്ന ഒരു വലിയ വാർത്തയുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിത്തിരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നു. രാവിലെ ചെയ്തതാ, വൈകുന്നേരം ഒരു 30,000 വ്യൂസേ ഉള്ളൂ. എനിക്ക് വലിയ കുറ്റബോധം, നഷ്ടബോധം. അത്രയും കിട്ടിയാൽ പോരാ, സാധാരണ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് ആവുന്ന ഒരു ടൈമാണ്. ഞാൻ ആ വീഡിയോയ്ക്ക് പകരം അതിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹുക്ക് ആഡ് ചെയ്തു. ആ ഹുക്ക് ഇങ്ങനെയായിരുന്നു: 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ കൊന്നുകളയും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കേട്ട അവസ്ഥയിലാണ് ഇന്ന് ആരാവല്ലി പർവ്വതം. 24 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ജീവിക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. അവരെ പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. ആദ്യം എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷെ ഇതേ ഹുക്കിനെ തെറ്റായിട്ടുള്ള പല മെസ്സേജുകൾ കൊടുക്കാനും തെറ്റായിട്ടുള്ള പല റീലുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹുക്കിനെ പറ്റിയിട്ട്, ഹുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ എൻ്റയർലി സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രൊഫഷൻ അതാണ്. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഒരുപാട് പേരുടെ ചാനലുകൾ മാനേജ് ചെയ്യുകയും ഒപ്പം അതിന്റെ കൂട്ടത്തിൽ എൻ്റെ ചാനൽ മാനേജ് ചെയ്യുന്നതേ ഉള്ളൂ. എനിവേ, ഹുക്കില് ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ വികാരത്തെ ചൂഷണം ചെയ്യണമെന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ അരാവല്ലി പർവ്വതത്തിന്റെ 100 അടിയിൽ പൊക്കമുള്ള പർവ്വതങ്ങളെ കട്ടിയത് കളയുന്നു എന്ന് പറയുന്നതിന് പകരം ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളെ കൊന്നു കളയും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. അതിന് ക്ലിക്ക് ബെയ്റ്റ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ബെയ്റ്റ് എന്ന് പറയുന്നത് ചൂണ്ടയാണ്. നിങ്ങളെ അതിലേക്ക് കുത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചൂണ്ടയാണ്. അതിന്റെ 2 സൈഡ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നന്മയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് പറയാം. ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു തമാശയോ നേരത്തെ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ പറഞ്ഞിട്ട് ആ നന്മയിലേക്ക് നമുക്ക് കടത്താം. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന ചില ഹുക്കുകൾ, ക്ലിക്ക് ബെയ്റ്റുകൾ അതിന് കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീയെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഹുക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് തലക്കെട്ടുകൾ ഇന്ന് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു പോയ മഹാനടൻ സലീം കുമാറിന്റെ മകൻ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അവിടെ വന്നുകൂടിയ ആ ചാനലുകൾ, മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന ആ ചാനലുകൾ, അവരുടെ ക്ലിക്ക് ബെയ്റ്റുകൾ എന്ന് പറയുന്നത് തീർത്തും വൃത്തികെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ആ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹുക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാർ കൊണ്ടുവന്നതല്ല. അതിനു മുമ്പ് ഇവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഈ പത്രങ്ങൾക്കൊപ്പം ഉച്ചക്കിറങ്ങുന്ന ഒരു പത്രം ഉണ്ടല്ലോ, മഞ്ഞപ്പത്രം എന്ന് പറയും. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇത് യാഥാർത്ഥ്യമാണെന്നൊന്നും അറിയില്ല. അതിനകത്ത് ഇതുപോലെ ഒരു ഹുക്കിന്റെ കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബില്ലേ, അദ്ദേഹത്തിന്റെ ഒരു കേസ് വൈറലായി നിന്നൊരു സമയമുണ്ടല്ലോ. ഒരു ഭക്ഷ്യവസ്തുവുമായിട്ട്, തണുത്തൊരു ഭക്ഷ്യവസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടല്ലോ. ആ സമയത്ത് ഒരു മഞ്ഞപ്പത്രത്തിൽ വന്ന ഹുക്ക് അഥവാ ഹെഡ്ലൈൻ അതിങ്ങനെയാണ്: ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണെന്ന് കുഞ്ഞാലിക്കുട്ടി. ഇങ്ങനെയാണ് ഹെഡിങ്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അന്ന് തീ പിടിച്ച പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രായമാണ്. അപ്പൊ എന്തായാലും നമ്മളിത് വായിക്കാനായിട്ട് സംഭവം തലക്കെട്ടിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാല് ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണമാണ് ഇഷ്ടം. അപ്പൊ എന്റെ ഉമ്മ വയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. അതിനെ തലക്കെട്ട് ഇങ്ങനെയാക്കി: ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണ് കുഞ്ഞാലിക്കുട്ടി. ഇത് അവിടെയും തുടങ്ങിയതല്ല, അതിനും ഒരുപാട് മുമ്പ് തുടങ്ങിയതാണ്. പുരാണങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മന്ദര അല്ലെങ്കിൽ നമ്മുടെ ശകുനി, ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഹുക്കാണ്. മിണ്ടാതിരിക്കുന്ന ഒരാളിനടുത്ത് പോയിട്ട് കുത്തി ഇളക്കും. അതായത് രാമനെ കൈകേയിക്ക് ഒരു പ്രശ്നമില്ല, ഒരു വിഷയമുള്ള ആളുമല്ല. പക്ഷെ കൈകേയി രാമൻ
രാജാവായ നിന്റെ മകന്റെ കാര്യം കുഴപ്പത്തിലാവും. അതാണ് ഹുക്ക്. ഇനി അവിടെയും തുടങ്ങിയതല്ല. ആദ്യ മാതാപിതാക്കൾ ഞാൻ ബൈബിള് ഏകദേശം ഒരു 80 പ്രാവശ്യം മുഴുവൻ വായിച്ചു തീർത്ത ഒരാളാണ്. അങ്ങനെ 80 പ്രാവശ്യം വായിച്ചു തീർത്തത് കൊണ്ട് മാത്രം വ്യത്യസ്തമായി പോയ ആളാണ്. വായിക്കാതിരുന്നെങ്കിൽ ബൈബിള് വായിക്കാത്തവർ ഇന്നും ക്രിസ്ത്യാനികളായിട്ട് നിലനിൽക്കും. ഓക്കെ, അപ്പോ എനിവേ അതിനകത്ത് പറയുന്ന ആദ്യ മാതാപിതാക്കളുണ്ട്. എന്റെ അറിവിലും എന്റെ പഠനത്തിലും ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ആദാമിന്റെ ഹവ്വയുടെയും തോട്ടത്തിൽ വന്ന പാമ്പാണ്. ഹവ്വ എന്നിട്ട് പറഞ്ഞത്, ഹവ്വ എന്തല്ല ഹവ്വ പറഞ്ഞ സുഖമായിരിക്കുന്നു, ഈ തോട്ടത്തിൽ എന്നോട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും പഴമുണ്ടാ? അവിടെ ആയിരക്കണക്കിന് പഴങ്ങളുടെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. അവൻ ഈ കുഴപ്പം പിടിച്ച ചോദ്യം മാത്രം ചോദിച്ചു. അവിടെ മുതല് ഈ ഇൻഫ്ലുവൻസർ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ്, ഇങ്ങനെയല്ല ഇപ്പൊ പറയുന്നത്. ഇൻഫ്ലുവൻസ് എന്നാണ് സ്വാധീനിക്കാൻ കെൽപ്പുള്ളവരെന്നാണ്. അത് ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഞാൻ പെട്ടെന്ന് നിർത്താം. ബോറടിക്കുന്നുണ്ടോ? ഇല്ലേ? പക്ഷെ ഞാൻ ചിലപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് അയ്യ അമ്മന്നൊക്കെ പറഞ്ഞ് താഴെ വീഴും. ആക്ടിങ് അല്ല, എന്റെ 2 സുഹൃത്തുക്കളുണ്ട് അവിടെ, ഏൽപ്പിക്കണം, ഗുളിക കഴിക്കാൻ സമയം വേണ്ട. ശരി, ഓക്കെ. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അസത്യങ്ങൾ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് സത്യമാണ്. നമുക്ക് സത്യം പറയാൻ പറ്റാതാവുകയാണ്. ഇതിവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൈകാര്യം ചെയ്ത ആളാണ് ഞാൻ. അതായത് തോൽവിയിൽ ഒരു വലിയ ഉത്തരവാദി ഞാനും കൂടെയാണ്. ആ സമയത്ത് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യത്തിലെ വസ്തുതയെ പറ്റിയിട്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പണ്ട് പറയാറുള്ളത്, നുണ ചെരിപ്പിട്ട് തുടങ്ങുമ്പോ സത്യം ചെരിപ്പിട്ട് തുടങ്ങുമ്പോൾ നുണ ലോകം ചുറ്റി വരുമെന്നാണ്. പക്ഷെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ സത്യം ചെരിപ്പിടുമ്പോൾ ലോകം 7 രാജ്യം ചുറ്റി വരികയും 70 കരാറിൽ ഒപ്പിട്ടിട്ട് വരികയും ചെയ്യും കൂട്ടുകാരന് വേണ്ടിയിട്ട്. ആ അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ആദ്യം 2 പ്രാസംഗികരും പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കുന്നത് വളരെ കടുത്തൊരു അപകടം പിടിച്ച അവസ്ഥയിലാണ്. അവർ രണ്ടുപേരും 2029 കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു സാഹചര്യത്തെ പറ്റി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവർക്കോ ഞങ്ങൾക്കോ ഒരു ഐഡിയയുമില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി അങ്ങോട്ട് ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളിൽ ആർജവമായി നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് വരും. തെറ്റ്. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്നത് കള്ളത്തരങ്ങളുടെ ഒരു മാലപ്പടക്കത്തെയാണ്. നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കമ്മ്യൂണിസം തിരിച്ചു വരികയാണെന്ന്. അത് നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അവരെ ജയിപ്പിച്ച 102 സീറ്റിലുള്ള അത്രയും ആളുകൾ കാണുന്നത് കോൺഗ്രസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാനത് വല്ലപ്പോഴും പറയാറുള്ളൂ, മേനോൻ രാജാവ്, ഇതാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക്. മേനോൻ രാജാവ് പോലീസുകാർക്കൊപ്പം ചായ കുടിക്കുന്നു. അതൊരു പഴയ ഇമേജ് ആണെന്നും AI ജനറേറ്റഡ് ആണെന്നും നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഏകദേശം 90% വരുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് അതറിയില്ല. അതറിയേണ്ട ആവശ്യം അവർക്കില്ല. അവർ വിശ്വസിക്കുന്നു എത്ര നല്ലവനായ രാജാവ്. ഇങ്ങനെയുള്ള കള്ളങ്ങൾ തീർത്ത വലിയൊരു കൊട്ടാരത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ കള്ളങ്ങളാണ് ഇവിടെ വാഴാൻ പോകുന്നത്. അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അസാധ്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിന് നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളുടെ മക്കൾ ഇന്ന് ഫോൺ എടുത്തിട്ട് ഒരു വ്ലോഗ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിന് എൻകറേജ് ചെയ്യുക. ഇന്ന് ഒരുപാട് വീഡിയോ ഉണ്ട്.
ഞങ്ങളൊക്കെ വ്ളോഗിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല അവിടുത്തെ നിന്നും. ഞങ്ങൾ സ്വയം പഠിച്ചെടുത്തതാണ്. നമുക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കായിട്ട് ചെയ്യാം. എന്റെ ചാനലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ചാനലുകളെ പറ്റിയിട്ട് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തുമില്ല. ചിലതൊക്കെ നിങ്ങൾ വളരെയധികം വെറുക്കുന്ന രീതിയിലുള്ള ഫുഡ് വ്ളോഗിങ് ചാനലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്കൊരു റെഫറൻസ് എടുക്കാൻ ഒരു ചാനലില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾ പഠിക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു സബ്ജക്ട് പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ദയവ് ചെയ്ത് ഇനി വരുന്ന തലമുറയെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക്, ഇതുപോലെയുള്ള നൂതനമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങളിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുക, അവരെ പഠിപ്പിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു റിയൽ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ അമ്പും വില്ലും കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും തോറ്റുപോകും. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇലക്ഷനിൽ ജയിക്കാനോ ഭരണത്തിൽ വരാനോ മാത്രം കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മൾ സത്യത്തിനൊപ്പം നിൽക്കണമെങ്കിൽ, സത്യം ജയിക്കണമെങ്കിൽ നമ്മൾ ഈ പോരാട്ടത്തിൽ ഒരുമിച്ചുണ്ടാവണം. അതിന് പ്രാപ്തരാകുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റണം. ഈ സ്റ്റഡി ക്ലാസ്സുകൾ, ഞാനൊരു പാർട്ടി മെമ്പറല്ല, ഞാനൊരു SFIയിലെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നെങ്കിലും ഞാൻ ഇന്നൊരു പാർട്ടി മെമ്പർ അല്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിയാണ് ഈ സ്റ്റഡി ക്ലാസ്സുകൾ വളരെ കാര്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ ഈ വ്ളോഗിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുക. അതിന് തൽപരരാകുന്ന കുട്ടികളെ മുമ്പിലേക്ക് കൊണ്ടുവരിക. എനിക്ക് നികേഷ് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനമാണ്. ഒരു 2 മാസം ഞങ്ങൾ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കും. ആ ചായ കുടിക്കുന്ന ടൈം മുഴുവൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുന്നതും ഞങ്ങൾ എൻഗേജ്ഡ് ആവുന്നതും ഈ കോൺവെർസേഷൻസിലാണ്. നമുക്ക് പുതിയ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാം ഇതിലേക്ക് എന്നുള്ളതാണ്. അദ്ദേഹത്തിനോടൊപ്പം ഏകദേശം ഒരു 10-20 പിള്ളേരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവര് എൻ്റെ കൂടെയും വീഡിയോസ് ചെയ്യുന്നവരാണ്. ആ പിള്ളേരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു ശുഷ്കാന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും തുടങ്ങി പറ്റത്തുള്ളൂ. അത്രയും പ്രതിസന്ധ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി സമയമില്ലല്ലേ? ഈ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയൊരു കറക്കം തോന്നുന്നുണ്ട്. സോറി. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പോരാട്ടത്തിൽ ഒരുമിച്ചുണ്ടാവണം. എന്നെ ഇവിടെ അയച്ചത് ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ്. സാധാരണ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയക്കകത്ത് ഒതുങ്ങും. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു തെരുവിൽ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയക്ക് അകത്തുള്ളത് മാത്രമേ ഉള്ളൂ, അവൻ പുറത്ത് ലോകത്തില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഈ സോഷ്യൽ മീഡിയക്ക് പുറത്ത് ഞങ്ങളെപ്പോലെയുള്ളവരെ ആ പ്രശ്നങ്ങൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാനത് വ്യക്തമായിട്ട് പറയാം. അതായത് ഇപ്പൊ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി പ്രൊപ്പഗാൻഡ വെച്ചിട്ട്. അപ്പൊ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ഞങ്ങളൊരു കേരളത്തിന്റെ യഥാർത്ഥ കഥ പറയാനുള്ള ഒരു യാത്ര നടത്തി. ആ സമയത്ത് എന്റെ വീട്ടിൽ ആള് വന്നിട്ടുണ്ട്. അവൻ ഈ യാത്ര പോയി കഴിഞ്ഞാൽ തിരിച്ച് വീടത്തില്ല എന്ന് പറഞ്ഞു വന്നു. അന്ന് പട്ടാളക്കാരനായ അപ്പൻ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞപ്പോൾ പോയി. പക്ഷേ ഇന്ന് സ്പെയിനിൽ ജോലി ഉണ്ടായിരുന്ന ഫ്രെഡിയുടെ PR വരെ എടുത്തു കളഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇത് ഫ്രെഡിയുടെയും എന്റെയും കഥ മാത്രമല്ല, ഞങ്ങളൊരു വലിയ സമൂഹമുണ്ട്. സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആളെണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ദയവേത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ മുന്നോട്ട് വരുന്ന യുവാക്കളെ, കുട്ടികളെയൊക്കെ പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, ഞങ്ങൾക്കുള്ള സപ്പോർട്ട് തുടരുക. എന്നെ അറിയാത്തവർ നിതിൻ നോബിൾ എന്ന ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ നോട്ടിഫ്ലാഷ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു ഗൈസ്.